മുഖം മാറ്റം കൊണ്ട് ഒരു പ്രതീക്ഷയുടെ ഓറ ഉണ്ടാകുമെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ആപ്ലിക്കബിൾ ആകുന്നത് മലയാള സിനിമയിലെ താരസംഘടന അമ്മയ്ക്കാണ്. താരസംഘടനയ്ക്ക് ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ശ്വേത മേനോൻ ഇത്തവണ നമുക്കൊപ്പം QATN. നമസ്കാരം. മാഡം പ്രസിഡന്റ് അങ്ങനെയാണ് വിളിക്കേണ്ടത് അല്ലേ? എങ്ങനെയാണ് ആദ്യത്തെ യോഗം കഴിയുമ്പോൾ എങ്ങനെയാണ് ഇതൊരു ചാലഞ്ച് ആണോ അതോ? ആദ്യം ചില ആൾക്കാർ ശ്വേത വിളിച്ചു, പിന്നെ ചേച്ചി വിളിച്ചു. എൻഡ് ഓഫ് ദി ഡേ ഇറ്റ് വാസ് പ്രസിഡന്റ്. സോ ഇറ്റ് വാസ് ഗുഡ് ഫീലിംഗ്. നല്ലൊരു അംഗീകാരം തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇന്നത്തെ ഒരു സൂപ്പർ പോസിറ്റീവായ ഒരു മീറ്റിംഗ് ആയിരുന്നു. അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ആ സന്തോഷം ഉണ്ട്, അത് ഞാൻ കളയുന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഒരുപക്ഷെ ഞങ്ങൾ ന്യൂസ് ചാനൽസ് അടക്കം ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്ത ഒരു ബോഡി എന്ന് പറയുന്നത് അമ്മയായിരുന്നു. പല പല വിഷയങ്ങളിൽ അമ്മ നിലപാടുകൾ എടുക്കാത്ത വിഷയമാണ് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടത്. സിനിമയിൽ സ്ത്രീകൾക്കൊപ്പം നിൽക്കുകയും അല്ലാത്തപ്പോൾ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കേൾക്കാതിരിക്കുകയും ചെയ്തു, പ്രധാനപ്പെട്ട താരങ്ങളടക്കം താരസംഘടനയടക്കം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ആ സമയത്ത് ഒരു പ്രസിഡന്റായി എത്തുക എന്ന് പറയുന്നത് അതൊരു ചാലഞ്ചാണ്. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. അത് എങ്ങനെയാണ് കാണുന്നത്? എനിക്ക് എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം പറയണമെന്ന് നിർബന്ധമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ഓട്ടോമാറ്റിക്കലി എൻ്റെ ആക്ഷൻ, അല്ലാതെ എൻ്റെ ടീം ചെയ്യണ ഒരു ഡ്യൂട്ടി വെച്ചിട്ട് മാത്രമേ ആൾക്കാർ അറിയും. ബിക്കോസ് നമ്മൾ ജാസ്തി സംസാരിച്ച കാര്യത്തിൽ കറക്റ്റാണ് പറയുന്നത്. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എല്ലാം ഈ നമ്മളുടെ ടെന്യൂറിൽ തീർക്കണം എന്ന് പറയുന്നത് ഭയങ്കര മോശമായ ഒരു ഇതാണ്. ബിക്കോസ് 31 വർഷമായിട്ട് ഒരു സ്ഥാപനം നിൽക്കുമ്പോൾ അതിൻ്റെതായ അത് ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ വന്ന് ഇപ്പോൾ നമ്മൾ ഒരു ഗുമ്പാരത്തിൽ ഇരിക്കുകയാണ്. മെല്ലെ 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 അത് ശരിയാക്കി വരും. ഒരു ഗ്ലാമറിന്റെ ഫീൽഡാണ്, പണത്തിന്റെ ഫീൽഡാണ്. അതുകൊണ്ട് തന്നെ ഈ സംഘടനയുടെ തലപ്പത്തേക്ക് വരാൻ വേണ്ടി പലരും പല ശ്രമങ്ങളൊക്കെ നടത്തിയെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് വന്നത്. പക്ഷേ ഇപ്പോൾ പ്രസിഡന്റ് അടക്കം അങ്ങോട്ട് ഒരു സ്ത്രീ സംഘമാണ് ഇതിനകത്തുള്ളത്. ഈ സ്ത്രീ സംഘം വരുന്നു എന്നുള്ളതിനർത്ഥം സ്ത്രീകൾക്ക് കൃത്യമായിട്ട് ജസ്റ്റിസ് കിട്ടുമെന്നല്ല, പക്ഷെ കിട്ടും എന്ന് പ്രസിഡന്റിന് പറയാൻ പറ്റുമോ? ഇതില് എന്നെ സംബന്ധിച്ച് സ്ത്രീ പുരുഷനല്ല, അമ്മ എന്ന സംഘടനയ്ക്ക് നല്ല നീതി കിട്ടും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ബിക്കോസ് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ എല്ലാവരും എൻ്റെ മെമ്പേഴ്സാണ്. സോ വെൻ ഐ ആം ഇൻ എ പൊസിഷൻ, ഞാൻ ഇവിടെ ഒരു സ്ത്രീ എന്ന നിലയിൽ ഇരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ മുമ്പിൽ അവരെല്ലാവരും ഒരേ ലെവലിലാണ്. ബിക്കോസ് അവരെല്ലാവരും എൻ്റെ കോ ആർട്ടിസ്റ്റാണ്, എൻ്റെ കോ ഫ്രണ്ട്സാണ്, എല്ലാവരും ഉണ്ട്, കലീഗ്സ് ആണ്, എല്ലാം ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സ്ത്രീകൾക്ക് ഒബ്വിയസ്ലി ഞാനൊരു സ്ത്രീ ആവുമ്പോൾ എനിക്ക് അവരെ വിഷമങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാം, കേൾക്കാനുള്ള ഒരു ഇതുണ്ട്. എനിക്കത് പരിഗണിക്കാനോ അല്ലാതെ അതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു എക്സ്ട്രാ ഇതുണ്ട്. പക്ഷെ അതുകൊണ്ട് ആണുങ്ങളെ മാറ്റിവെക്കുന്നൊന്നും ഞാൻ പറയില്ല. ബിക്കോസ് ഫോർ മീ ദേ ആർ ഓൾസോ പാർട്ട് ഓഫ് അമ്മ. മലയാള സിനിമ ഇപ്പം നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ലേഡി സൂപ്പർ സ്റ്റാറും ഒക്കെ ഉണ്ട്. മലയാളത്തിൽ എപ്പോഴും അതൊരു മെയിൽ ഡോമിനേറ്റിംഗ് ആണ് ഓൺ സ്ക്രീനിൽ. അങ്ങനെയുള്ള ഒരു ഇൻഡസ്ട്രിയിലാണ് ഒരു വനിതാ താരസംഘടന പ്രസിഡന്റ് ആകുന്നുള്ളത് തന്നെ വലിയ കാര്യം. ഈ ഒരു ഡോമിനേറ്റിംഗ് നേച്ചർ ഉണ്ടല്ലോ, ഒരു നോർമലി ഉള്ള ഒരു നേച്ചർ, അവരത് ഉള്ളുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുമോ? അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? അല്ല, അതെന്തുകൊണ്ട് അപർണ എനിക്ക് തോന്നില്ല എനിക്ക് ഡോമിനേറ്റ് ചെയ്യണം എന്ന്. ബിക്കോസ് എല്ലാവർക്കും നമുക്ക് കുറച്ചൊരു 5 മിനിറ്റ് സംസാരിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഒരുപാട് നല്ല ചർച്ചകൾ, നല്ല പ്ലാൻസിനെ പറ്റി ഒരുപാട് ഡിബേറ്റ്സ് നടന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു. സോ ഇറ്റ് വാസ് വെരി പോസിറ്റീവ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ബിക്കോസ് ഇറ്റ് വാസ് ഗുഡ്. ബിക്കോസ് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എല്ലാവരും ഒരേ ലെവലിലെ ആൾക്കാരാണ്. നമ്മൾ സൂപ്പർ സ്റ്റാർ നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത്ര ചർച്ച ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ ഫോർ മീ എനിക്ക് അവിടെയും പ്രശ്നം, ഐ എം കംഫർട്ട്, ഇവിടെയും കംഫർട്ട്. പക്ഷെ അവർ എല്ലാവരും കുറച്ചും കൂടി കംഫർട്ടബിൾ. ബിക്കോസ് അവർക്ക് എന്നെ സംബന്ധിച്ച് അവർ ചേച്ചി എന്നുള്ള രീതിയിലാണ് തുടങ്ങിയത്. എൻഡ് ഓഫ് ദി ഡേ ഇറ്റ് വാസ് പ്രസിഡൻസ്. ഐ വാസ് വെരി ഹാപ്പി. ഇനിയിപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയം എത്തിയപ്പോൾ, അതായത് ശ്വേതയെ പോലെ ഒരാൾ, ഒരു ലേഡി വരുന്നു എന്ന് പറയുമ്പോഴേക്കും കേസുകൾ വരുന്നു, പല പഴയ കാര്യങ്ങൾ എടുത്തിടുന്നു. ഒരു സ്ത്രീ അധികാര സ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ളത് കൊണ്ടുള്ള വിഷയമായിരുന്നോ അത് ശ്വേത മേനോൻ എന്ന അഭിനേത്രിക്കെതിരെയുള്ള ഒരു ടാർഗറ്റിംഗ് ആയിരുന്നു? എന്തായിരുന്നു? എനിക്ക് തോന്നുന്നു രണ്ടും, സ്ത്രീ എന്ന നിലയിലും ഒരു നടി എന്ന നിലയിലും. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്ന് വരെ ലോകത്ത് കേൾക്കാത്ത കേസസ് ആണ് അത് കേട്ടുന്നത്. എനിക്ക് ഇറ്റ്സ് ലൈക്ക് വേസ്റ്റ് ഓഫ് മണി, യുനോ. ഞാൻ ഫൈറ്റ് ചെയ്തേ പറ്റൂ. ഐ വിൽ ഫൈറ്റ്.
എന്റെ സെൽഫ് റെസ്പെക്ടിന് വേണ്ടി, സ്ത്രീ എന്ന നിലയിൽ വേണ്ടി, ആൻഡ് നമ്മളുടെ ഇൻഡസ്ട്രി, നമ്മുടെ ഗവൺമെന്റ് ബോഡി, സെൻസർ ബോർഡിനെ വരയ്ക്കും ഒരു ചോദ്യം ചിഹ്നം കൊടുത്ത പോലെ, ലൈക്ക് യുനോ അവരെന്താ ചെയ്ത് എന്നുള്ള ഒരുപാട് അൺഫിനിഷ്ഡ് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്കാണ് ആള് വിട്ടിട്ടുണ്ട്. സോ ഐ വിൽ ഫൈറ്റ് ഫോർ ഇറ്റ്. അതാണ് എനിക്ക് മനസ്സിലാവാത്ത, എന്തുകൊണ്ട് ഇപ്പോ, വൈ നോട്ട് ഏർലി, വൈ നോട്ട് ലേറ്റർ, വൈ നൗ? ആ ഒരു കുറെ ചോദ്യങ്ങളുടെ ഉത്തരം എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. എല്ലാവർക്കും അറിയാം ഞാൻ പ്രതികരിക്കുന്ന ആളാണ്. ആസ് എ വുമൻ, ആസ് എ പേഴ്സൺ, ആസ് എ ഹ്യൂമൻ ഞാൻ പ്രതികരിക്കുന്ന ഒരാളാണ്. എനിക്കൊരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ അപ്പോൾ റിയാക്ട് ചെയ്യുന്ന ആളാണ്. സോ എന്തുകൊണ്ട് ഈ സമയത്തോ അല്ലാതെ ഏത് സമയത്തും ഇങ്ങനത്തെ ഒരു ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാല്, ഐ ഹോപ്പ് ഹീസ് അലോൺ ഓർ ഹി ഹാസ് എ ടീം. ഇത് ഞാൻ എന്തായാലും ഐ ഹോപ്പ്. ഞങ്ങള് നമ്മൾ വാർത്ത വരുമ്പോഴും ചോദിക്കുന്നത്, എവിടെന്നോ ഒരാൾ വന്നിട്ട് ഒരു കേസ് കൊടുക്കുന്ന, അങ്ങനെ അകത്ത് പല വിഷയങ്ങളുണ്ടാകുമ്പോൾ ഇതിനകത്ത് ഒരു കോക്കസ് ശ്വേതയ്ക്കെതിരെ നിന്നു, അത് ആണോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അയാൾ അങ്ങനെയല്ല എന്ന് പറയുന്നിടത്ത് ആ രീതിയിലുള്ള ഒരുപാട് ഡിബേറ്റ് ഒക്കെ നടന്നു. അകത്ത് നിന്ന് വന്നതാണോ, മറ്റാരുടെയെങ്കിലും ഒരു അല്ല? അപർണ, എനിക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം അപർണ ചോദിക്കുന്ന പോലെ തന്നെയാണ് എനിക്കും. ഇത് അതർവൈസ് മൂപ്പർക്ക് അറിയാം, കേസ് എന്ന് പറഞ്ഞാൽ ചെറിയ നിസ്സാരമായ ചില്ലറ പൈസയൊന്നുമല്ല. നമുക്ക് വക്കീലിന് കൊടുക്കണം, ഹൈക്കോർട്ട് പോകണം, സുപ്രീം കോർട്ട് പോകണം. അപ്പൊ ആൾക്ക് അറിയാലോ ഞാൻ എന്തായാലും ഇതേ രീതിയിൽ തന്നെ ആളെ ഞാൻ വലിക്കുക, ഉറപ്പായിട്ടും. ഇപ്പൊ അത് കോടതിയിലാണ്. ഐ വിൽ നോട്ട് ലെറ്റ് ഇറ്റ് ഗോ ലൈക്ക് ദിസ്. നോ വേ. ഐ വിൽ ഫൈറ്റ് ആൻഡ് ഐ വിൽ ഫൈറ്റ് ഹാർഡ്. ഈ വിഷയം വന്നപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ സജീവമല്ലാത്ത മലയാളത്തിലെ പഴയ താരം റഹ്മാൻ ഇട്ട ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റുണ്ട്, വളരെ ഒരു ടച്ച് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ അങ്ങനെ കൂടെ നിൽക്കണം, ഇൻഡസ്ട്രിയിൽ കൂടെ നിൽക്കണം, പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയിലെ പുരുഷന്മാർ കൂടെ നിൽക്കണമെന്ന് സ്വാഭാവികമായിട്ടും ആഗ്രഹിച്ചിട്ടുണ്ടാവും. അങ്ങനെ ശരിക്കും സപ്പോർട്ട് ഇൻഡസ്ട്രി തന്നെ നല്ല സപ്പോർട്ടാണ് കിട്ടിയത്. അപ്പം ഐ ഹാവ് ടു ബി ബ്ലെസ്ഡ് എന്ന് പറയില്ലേ. ചിലപ്പോൾ പൈസ, എന്റെ ഹസ്ബൻഡ് പറഞ്ഞത് പൈസ ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും അമ്മു ഇത് ഏൺ ചെയ്തിട്ടുണ്ട്, യു ഏൺഡ് ഇറ്റ്. അപ്പോൾ that is something which I'm very proud. റഹ്മാൻ ഖാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സിനിമയെ ചെയ്തിട്ടുള്ളൂ, ഷോസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഐ തിങ്ക് മൂപ്പര് ഭയങ്കര ഫ്രണ്ട്ഷിപ്പിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഈസ് എ വെരി 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 നൈസ് ആൻഡ് ബ്യൂട്ടിഫുൾ ഹ്യൂമൻ ബീങ്. അപ്പോൾ റഹ്മാൻ ഖാൻ മാത്രമല്ല, കുറെ ആൾക്കാർ ഇട്ടിട്ടുണ്ട്, അവരെല്ലാവരും അവരുടേതായ എക്സ്പീരിയൻസ്. പക്ഷെ റഹ്മാൻ ഖാസ് ഒരുപാട് ആൾക്കാർ തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്നും തെലുങ്ക് ഇൻഡസ്ട്രിയിൽ നിന്നും എല്ലാം കന്നഡ ഇൻഡസ്ട്രിയിൽ നിന്നെല്ലാം എനിക്ക് കുറെ ഫോൺസ് വന്നു. വിച്ച് വാസ് ലൈക്ക് ഇറ്റ് സഡൻലി ഇൻഡസ്ട്രിയും കൂടെ നിന്നു. മലയാളം ഇൻഡസ്ട്രി എവ്രി വൺ, ഫ്രം ടോപ്പ് ടു ബോട്ടം, എവ്രി വൺ. ഈ കേസും ഈ ആരോപണങ്ങളുമായിട്ട് വന്ന ആൾക്കാരും ഈ 2000 ശേഷം മലയാള സിനിമ കണ്ട ശ്വേതയൊക്കെ ടാർഗറ്റ് ചെയ്തിട്ടാണ്. അതിനു മുൻപ് ഉള്ള ശ്വേതാ മേനോൻ എന്ന് പറയുന്ന മോഡൽ, ബ്യൂട്ടി പേജന്റ്, അല്ലെങ്കിൽ അങ്ങനത്തെ അപ്പോൾ ശ്വേത ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല ഈ ഒരുപക്ഷെ ഇപ്പോഴത്തെ ഒരു പുതിയ മലയാളികൾ പോലും. അങ്ങനെ തോന്നാറുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നു ഏറ്റവും ജാസ്തി എനിക്ക് തോന്നുന്നു എന്നെ മനസ്സിലാക്കിയത് ഞാൻ റിയാലിറ്റി ഷോ ചെയ്ത് കഴിഞ്ഞിട്ടാണ്. അതുവരെയ്ക്കും എന്റെ സ്ക്രീൻ ഇമേജ് ഭയങ്കര ഡോമിനേറ്റിംഗ് ആണ്. ഞാൻ എപ്പോഴും മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ ചെയ്ത മേ ബി എനിക്ക് ആ ഒരു ഫ്രീഡം എന്റെ പേരൻസ് തന്നിട്ടുണ്ടായിരുന്നു. ഗോ ആൻഡ് ഡു യുവർ വർക്ക് പ്രോപ്പർലി, ഡു ഇറ്റ് പ്രൊഫഷണലി. അപ്പോൾ അതുകൊണ്ട് അത് ഭയങ്കര ലൗഡ് എന്ന് പറയുന്ന ഭയങ്കര സ്ട്രോങ് ആയ സാധനങ്ങളാണ് ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാ ആഡ്സ് ആണെങ്കിലും എനിത്തിങ് വാട്ട് എവർ ഡൺ. അപ്പോൾ എനിക്ക് തോന്നുന്നു എവിടേക്കോ ആൾക്കാർക്ക് ആ ഇമേജ് ഉണ്ടായിരുന്നു. ടിൽ ഐ ഡിഡ്, ഞാനൊരു റിയാലിറ്റി ഷോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ശ്വേത എന്ന വ്യക്തി അവർ കാണാൻ തുടങ്ങിയപ്പോഴാണ് ഇത് മലയാളികൾ എന്നെ എന്താ നെഞ്ചിൽ ചേർന്ന് എന്നെ കെട്ടിപ്പിടിച്ചത്. ഒരുപക്ഷെ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ ടീനേജ് തുടങ്ങുന്ന സമയത്തൊക്കെ ആയിരിക്കും ഓൾ ഇന്ത്യയിലെ ഒരു ബ്യൂട്ടി ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രി ഒക്കെ ഇങ്ങനെ ആഫ്റ്റർ ഓർ ബിഫോർ എന്ന് തിരിക്കാവുന്ന ഒരു 1994 വരുന്നത്, ആ ഒരു മിസ് ഇന്ത്യ കോൺടെസ്റ്റ് വരുന്നത്, സുസ്മിതാസെനും ഐശ്വര്യയുടെയും പേര് പറയുമ്പോൾ അതിനകത്ത് ഒരു റണ്ണറപ്പായിട്ട് വരുന്നത് ഒരു മലയാളിയാണ്. ആൻഡ് ഷീ ഗോസ് ടു ഫൈനലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ദാറ്റ് വാസ് ലൈക്ക് അന്നും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊക്കെ ആയിരുന്നു അത് എങ്ങനെ അതൊക്കെ. പക്ഷെ ആൾക്കാർക്ക് അതെനിക്ക് ചില സമയത്ത് തോന്നുന്നു, അയ്യോ അത് ഇപ്പൊ നടക്കുന്നുണ്ടായിരുന്നു. സത്യം, ഏതെങ്കിലും കോൺടെസ്റ്റ് വന്നാൽ പോണം. സത്യം പറഞ്ഞാല് നെവർ സേ നോ, നെവർ സേ ഐ വിൽ
നോട്ട് ഡു എന്നുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോഴും റിയാലിറ്റി ഷോസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മറ്റേ മത്സരിക്കാനെല്ലാം കുറെ ഈ നമ്മൾ പറയാം ഖത്രോ കെ ഖിലാഡി ടൈപ്സ് ഓഫ് ഷോസ് എല്ലാം ഞാൻ ചെയ്യുന്നത് ഓൺലി ബിക്കോസ് വൈ നോട്ട് എൻജോയ് ലൈഫ്. വളരെ റൈറ്റ് ആയിട്ട് ചോദിക്കുന്നത് ആ സമയത്ത് എന്തെങ്കിലും ഒരു ബിക്കോസ് സുസ്മിത ഐശ്വര്യ എല്ലാവരും ഉള്ളതുകൊണ്ട് ഒപ്പം സ്റ്റേജിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു എന്തെങ്കിലും ഒരു ഇൻസ്റ്റൻസ് ഇപ്പോൾ? അല്ല, ഞാൻ ആഷിന്റെ റൂംമേറ്റ് ആയിരുന്നു. ആഷ്, ഞാൻ ആൻഡ് പ്രിയ ഗിൽ, മറ്റേ മമ്മൂക്കന്റെ കൂടെ ചെയ്ത കുട്ടി പ്രിയ ഗിൽ, നമ്മൾ 3 പേരായിരുന്നു റൂംമേറ്റ്സ്. അപ്പോ നമ്മളുടെ അടുത്ത റൂമിലായിരുന്നു സുഷ്മിത. ആൻഡ് ഞാൻ നോക്കുമ്പോ ഐശ്വര്യ റായിന്റെ എല്ലാം വാർഡ്രോബ് എല്ലാം സ്പോൺസേർഡ് ആയിരുന്നു. ബിക്കോസ് അവൾ ഓൾറെഡി ഒരു വലിയ മോഡലായിരുന്നു. സോ ഭയങ്കര സ്പോൺസർ. ഞാനിങ്ങനെ പാവപ്പെട്ട ഒരു സാധാരണ എല്ലാ അമ്മമാരോടെല്ലാം ചോദിച്ച് പോയ കാര്യങ്ങളാണ്. ഇപ്പോൾ ഓർമ്മയുണ്ട്, എൻ്റെ അടുത്ത് സ്വിംസൂട്ട്, നല്ല സ്വിംസൂട്ട് ഉണ്ടായിരുന്നില്ല. ഞാൻ ആഷിന്റെ സ്വിംസൂട്ട് ഇട്ടിട്ടാണ് എനിക്ക് എന്താ പറയുക ബ്യൂട്ടിഫുൾ ബോഡി ഐശ്വര്യ, സെക്കൻഡ് വാസ് മീ. സോ ഞാൻ എപ്പോഴും അങ്ങനെയൊക്കെ കുറെ ചെറിയ കുറെ കാര്യങ്ങളുണ്ട് പറയാൻ. ബട്ട് റിയലി ഹാഡ് അന്ന് മീഡിയ അറ്റൻഷൻ അത്ര ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളുടെ ആ മിസ് ഇന്ത്യ ആണ് ഇന്ത്യയില് ഫസ്റ്റ് ടൈം ലൈവായിട്ട് പോയത്. ദ ലൈവ് മിസ് ഇന്ത്യ. പിന്നെ മിസ് ഏഷ്യ പസഫിക് അവിടെ പോയി, അവിടെ ഫൈനൽ 4th റണ്ണർ-അപ്പ്. അതിന് മുമ്പാണ് അനശ്വരത്തിൽ വന്നത്. അനശ്വരത്തിൽ വരുമ്പോ പക്ഷെ അതിപ്പോഴും എടുക്കുക ഒരു മലയാളി ടച്ച് ഇല്ല. അതായത് അന്നത്തെ മലയാള സിനിമ എന്ന് പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ജെല്ലാവാൻ പറ്റാത്ത ഒരു ക്യാരക്ടറും ആക്ട്രസും ആയിരുന്നു. അപ്പൊ ആൾക്കാർ ഓക്കെ മമ്മൂട്ടിയുടെ പുതിയ ഹീറോ അതുകൊണ്ടുകൂടി ഇനി ഞാൻ ചിലപ്പോൾ ഇവിടെ സെറ്റ് ആവില്ല എന്ന് കരുതി ഒന്ന് ബാക്കൗട്ട് ചെയ്താണോ? അല്ലല്ല, ഞാൻ അപ്പൊ സ്കൂൾ കുട്ടിയല്ലേ. അപ്പൊ സ്കൂളിൽ പഠിച്ചപ്പോ എനിക്ക് ലാംഗ്വേജ് പ്രശ്നം അന്നുണ്ട് ഇന്നുണ്ട്. പക്ഷെ അന്ന് തീരെ മലയാളം അറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ ആണോ എന്താണ് എൻ്റെ ഫ്യൂച്ചർ, സിനിമ ചെയ്യേണ്ടത്. പക്ഷെ എനിക്ക് എവിടെയോ ഇവിടെ താമസിക്കണ്ട, മീൻസ് എനിക്ക് തോന്നുന്നു ലാംഗ്വേജ് പ്രശ്നം എന്താ വെച്ചാ ഐ വോണ്ട് ഗോ ഫോർ മിസ് ഇന്ത്യ എന്ന് വെറുതെ ട്രൈ ചെയ്തു. അപ്പൊ അച്ഛൻ പറഞ്ഞു ഓക്കെ യു ട്രൈ വൺസ്. ബിക്കോസ് അച്ഛൻ ഒറ്റ കുട്ടി ആയതുകൊണ്ട് അച്ഛനമ്മ അങ്ങനെ വിടാറില്ല. മിസ് ഇന്ത്യ ആയി കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ പറഞ്ഞു അയ്യോ ഇനി എന്റെ മോള് പോയി. അങ്ങനെയാണ് ഞാൻ ബോംബെ വരുന്നതും മിസ് ഏഷ്യ പസഫിക് പോണതും. ആൻഡ് മൈ ലൈഫ് ജസ്റ്റ് ചേഞ്ചസ്. പക്ഷെ കുറെ പ്രൊഫഷണലിസം എന്ന് പറയില്ലേ, അത് പഠിച്ചത് ബോംബെ പോയതുകൊണ്ടാണ്. ഐ ആം സോ ഹാപ്പി ആ ഒരു തീരുമാനം എടുത്തത്. പക്ഷെ എവിടേക്കോ നമ്മൾ പറയാം നമ്മുടെ റൂട്ട്സ് ഭയങ്കര സ്ട്രോങ് ആണ്. ഐ ടുക്ക് എ യു ടേൺ ആൻഡ് ഐ കെയിം ബാക്ക്. ഈ കാമസൂത്രയുടെ പരസ്യം അത് ഈ പരാതി വന്നുകൊണ്ടാണ്. അതൊരു ബോൾഡ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അന്നത്തെ. പക്ഷെ ഈ പരാതി പറയുന്ന ആൾക്കാരും ഗ്ലാഡ്രാക്സിന്റെ ആദ്യത്തെ സൂപ്പർ മോഡൽ ആയിരുന്നു. അപ്പോൾ അതൊക്കെ പറയണം. പക്ഷെ മേ ബി ദേ ഡോണ്ട് നോ. അപ്പം നല്ല കാര്യം അല്ല അങ്ങനത്തെ ഒരു വളരെ ബോൾഡ് ആയിട്ട് കൂടി അന്ന് മോഡലിംഗ് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ആ ഒരു എക്സ്പീരിയൻസ് കൂടെ ഉണ്ടായിരുന്നു. കാമസൂത്ര എന്ന് പറഞ്ഞാൽ അന്ന് ഏറ്റവും ആദ്യത്തെ മോഡലാണ് അന്നു അഗർവാൾ. യുനോ അവരായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഐ എം ദ സെക്കൻഡ് മോഡൽ. അപ്പൊ എല്ലാ മോഡൽ 2 വർഷം ഉണ്ടാവും. കാമസൂത്ര മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അഡ്വർടൈസ്മെന്റ് ബൈബിൾ എന്ന് പറഞ്ഞ ബ്ലാക്ക് ബുക്ക് ഉണ്ട്, വേൾഡ് ബ്ലാക്ക് ബുക്ക്. എന്റെ കാമസൂത്ര മോഡൽ ഹാഡ് ആ ഒരു ആഡ് ഹാഡ് ഗോൺ ടു ദ ബൈബിൾ ഓഫ് അഡ്വർടൈസ്മെന്റ് ബ്ലാക്ക് ബുക്ക്. സോ ഇറ്റ് വാസ് എ ബിഗ് അംഗീകാരം. അത് ഇവിടെ ആർക്കും മനസ്സിലാവില്ല. ബിക്കോസ് ഇറ്റ് വാസ് സച്ച് എ വെരി എസ്തറ്റിക്കലി നമ്മൾ പോലെ ഭയങ്കര ക്ലാസി ഷൂട്ട് ചെയ്ത ഒരു ആഡാണ്. അല്ലാതെ ഇവർ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ഇറ്റ്സ് എ വെരി ക്ലാസിലി ടോപ്പ് ഫോട്ടോഗ്രാഫർ, ടോപ്പ് കോസ്റ്റ്യൂമർ, ടോപ്പ് മേക്കപ്പ് ആർട്ടിസ്റ്റ്, അങ്ങനെ ഫുൾ ബോഡി മേക്കപ്പ്. ഒരു ഷോട്ട് അല്ലെ 4-5 ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ 4, ബിക്കോസ് ഫുൾ ബോഡി പെയിന്റ് നടക്കണം. അങ്ങനെയൊക്കെ ഭയങ്കര കുറെ ഇതുണ്ടായിരുന്നു. So I was very proud. പക്ഷെ I was the only model who was repeated. 2 വർഷം ഞാൻ ഒരു മോഡൽ ഇന്ദ്രസുധന്റെ കൂടെ ചെയ്തു. അത് കഴിഞ്ഞ് 2 വർഷം ഞാൻ ഷാവർ അലിന്റെ കൂടെ ചെയ്തു. So I am the only model who did for 4 years. You know? So I was very happy. I would repeat either. So I've been very lucky, Aparna. എനിക്ക് അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റി, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എക്സ്പോഷർ എന്ന് പറഞ്ഞ സാധനം എല്ലാവർക്കും കിട്ടാറില്ല. ആ എക്സ്പോഷറിന് നന്നായിട്ട് കൈകാര്യം എങ്ങനെ ചെയ്യണം അത് എനിക്ക് പഠിപ്പിച്ച സാധനം എന്റെ എക്സ്പോഷർ തന്നെയാണ്. അത് കാമസൂത്രയുടെ ഒരു ആഡിന് റിപ്പീറ്റ് ചെയ്തു പോലും എത്ര പ്രൗഡായിട്ട് പറയുമ്പോൾ ഇതിന് അഗെയിൻസ്റ്റ് ആണ് ഈ പരാതി വന്നതെന്നുള്ളതാണ് രസം. അന്ന്
മലയാള സിനിമയായിട്ട് അങ്ങനെ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് വലിയ ഇതൊന്നും ഉണ്ടായില്ല എന്ന് തോന്നുന്നു. ഒരു മലയാളി ചെയ്തു ഇതുപോലെ ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ അന്നും ചെറിയ പ്രൊട്ടസ്റ്റും ചെറിയ പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായപ്പം അച്ഛൻ മിലിറ്ററി പേഴ്സൺ അച്ഛൻ എന്ന് പറഞ്ഞ അവളൊരു വലിയ കോഴ്സിന് വേണ്ടിയിട്ടാണ്. അച്ഛൻ അങ്ങനെയല്ല. അച്ഛൻ പറഞ്ഞത് കുറെ ഇങ്ങനെ മീഡിയാസ് വരുന്നുണ്ടായിരുന്നു, ഒരു മലയാളി പെൺകുട്ടിയാണ്, എങ്ങനെ നിങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയോ നിങ്ങളുടെ മോള് എന്നൊക്കെ പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, അവള് ഒരു കോഴ്സാണ്, അവള് ഷീസ് ജസ്റ്റ് സെയിങ് ഹാവ് എ സേഫ് സെക്സ്. ഗവൺമെന്റ് വരെ പറയുന്നുണ്ട് കോണ്ടം മെഷീൻസ് വെച്ച കൺട്രീസ് ആണ്. ഇന്നല്ല, ഞാൻ ചെറിയ കുട്ടിയാകുമ്പോ കേട്ടോ. സോ അന്ന് ദാറ്റ് വാസ് നോട്ട് കോണ്ടം, നിരോധ്. അങ്ങനത്തെ മെഷീൻസ് ഗവൺമെന്റ് പറയുന്ന. ഇറ്റ്സ് എ ഗുഡ് കോസ്. ഷീസ് ജസ്റ്റ് സെയിങ് വേറെ എന്ത് പറയും, എന്ത് എക്സ്പ്ലനേഷൻ. ഞാൻ എന്റെ ജോലിന്റെ ഒരു കാര്യം ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് ഇപ്പൊ സിനിമയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ബട്ട് ആസ് എ മോഡൽ ഐ കൻ ഓൺലി സെൽ പ്രോഡക്ട്സ്. അങ്ങനെ സിനിമയിലേക്ക് വരുമ്പോൾ മമ്മൂട്ടിയുടെ നായികയായിട്ട് മലയാളത്തിൽ തുടങ്ങി, പിന്നെ ഹിന്ദിയിലേക്ക് പോയത് ആമിർ ഖാൻ, അജയ് ദേവ്ഗൺ, അങ്ങനെ ഇഷ്കിലെ ആ ഒരു, എനിക്കൊന്ന് ആ സോങ് ഒരു പക്ഷെ ഇപ്പൊ കാണിച്ച ഇപ്പോഴത്തെ ഒരു ജനറേഷന് ഇത് ശ്വേതാ മേനോനാണോ എന്ന് തിരിച്ചറിയോ എന്നുള്ള സംശയമുണ്ട്. ഇപ്പൊ എല്ലാവരും തൃപ്തി ഡിംറി ഞാനാണോ എന്നൊക്കെ പറയുന്നുണ്ട് എന്റെ. ശരി. ഷാരുഖ് ഖാന്റെ കൂടെ അശോക് ഗെയിലും ചെയ്തു. പക്ഷെ ബോളിവുഡില് അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കണമെന്ന് തോന്നിയില്ല. അതാണോ? ബിക്കോസ് സൗത്തിൽ നിന്ന് പോകുന്ന ഒരുപാട്. അല്ല, ഞാൻ കുറെ നല്ല പടങ്ങൾ ചെയ്തു. ഞാൻ ഇഷ്ക് ചെയ്തു, ബന്ധൻ വിത്ത് സൽമാൻ, അജയ് ദേവ്ഗന്റെ മറ്റേ, പിന്നെ ഷിക്കാരി വിത്ത് ഗോവിന്ദ, പിന്നെ മഹേഷ് മഞ്ചൊക്കെ നല്ല നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തു. സി ഐ ആം ഹാപ്പി ബിക്കോസ് ഞാൻ പറഞ്ഞില്ല അപ്പന്ന എനിക്ക് ഒരു എന്റെ ഫാമിലി ആണെങ്കിൽ ഏത് രീതിയിലാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരു പ്രതിസന്ധിയുള്ള ഒരു ഫാമിലി എന്നല്ല വരുന്നത്. ഐ വാസ് എ വെരി സെറ്റിൽഡ് ഫാമിലി. അപ്പൊ എനിക്ക് ഇറ്റ് വാസ് ലൈക്ക് അച്ഛൻ യൂസ് ടു സേ ദാറ്റ് എന്ത് ചെയ്താലും നല്ല പ്രൊഫഷണലി നന്നായിട്ട് ചെയ്യണം. ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ അതിൽ ശ്വേതാ മേനൻ എന്ന് കാണാൻ പാടില്ല, കഥാപാത്രമായിട്ട് മാത്രമേ കാണാൻ പാടുള്ളൂ എന്നൊക്കെ അച്ഛൻ എപ്പോഴും എന്നെ അഡ്വൈസ് ചെയ്യാറുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു ഇഫ് യു ആർ എൻ ആക്ട്രസ് ഐ ഡോണ്ട് വാണ്ട് ടു സീ ഹു യു ആർ എന്നൊക്കെ അച്ഛൻ പറയാറുണ്ട്. അപ്പൊ എനിക്ക് പാലരി മാണിക്യം കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു വാട്ട് എ ഈവിൽ വുമൻ യു ആർ എന്നൊക്കെ അച്ഛൻ പറയാറുണ്ട്. അച്ഛൻ പറഞ്ഞു നന്നായിട്ട് അമ്മായിയമ്മേന്റെ ക്യാരക്ടർ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. സോ ഫോർ മീ അതൊക്കെയാണ് എന്റെ അവാർഡ്. ബിക്കോസ് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പൊ ഇത്രയും വർഷം മുമ്പേ കാമസൂത്ര അതിന് മുമ്പേ ചെയ്തിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും കേരളത്തിൽ എന്റെ കാമസൂത്ര മാത്രമേ ഓടുള്ളൂ. അന്നത്തെ സിനിമകളും അത് ഡ്രസ് സെൻസ് ഒരു മോഡലിന്റെ ആ ഒരു എസ്തറ്റിക്സ് ഒക്കെ നന്നായിട്ട് കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്ന പടങ്ങളായിരുന്നു എല്ലാം. ആ ഗ്ലാമർ ഡ്രസ്സുകൾ, അതിന്റെ പാറ്റേൺസ്, ആ ഫാഷൻ ട്രെൻഡ് ഒക്കെ. പക്ഷെ പിന്നീട് മലയാളത്തിൽ ഈ ആഫ്റ്റർ 2000 കണ്ടത് ഗ്ലാമറൈസ്ഡ് വേഷങ്ങൾക്ക് കൂടുതൽ. പലരും മണിക്കാണെങ്കിൽ പരദേശിയാണെങ്കിലും ഒക്കെ ഓക്കെ ഈ പഴയ ശ്വേതയാണോ എന്ന് തോന്നുന്നു. അതൊരു സ്വയം ആ ഒരു സബ്സ്റ്റാൻഷ്യൽ റോൾസിന് വേണ്ടി സ്വയം ഉണ്ടാക്കിയ ഒരു ചേഞ്ച് ആണോ? നോ, ഇറ്റ്സ് ഭയങ്കര ഓർഗാനിക്കലി ട്രാൻസ്ഫോർമേഷൻ ആയതാണ്. ഇവിടെ വന്നപ്പോ ഐ ജസ്റ്റ് കെയിം ടു ഡു ഒരു 2 പടം. പിന്നെ എനിക്ക് വന്ന പടങ്ങൾ ഇപ്പൊ കീർത്തി ചക്ര ആണെങ്കിലും പിന്നെ ഇപ്പോ പറഞ്ഞ പാലേരി എല്ലാം അതൊക്കെ ആ രീതിയിൽ അവർ വന്നു. ഞാനെല്ലാം ഡൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ഉറപ്പാണോ എനിക്ക് തന്നെയാണോ ഓഫർ. പരദേശി വന്ന സമയത്തെല്ലാം ഞാൻ PT സാറിനോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് പത്മപ്രിയ ചെയ്ത ക്യാരക്ടറാണ് എനിക്കെന്ന്. അപ്പോൾ എന്നെ പറഞ്ഞില്ല ഐ വോണ്ട് യു ടു ഡു ആമീന എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ. സോ ഐ തിങ്ക് മേ ബി ഐ വാസ് ലക്കി. ദൈവം താങ്ക് യു. മലയാളത്തിൽ കുറച്ചുകൂടെ വരുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കുന്നത് ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് നിൽക്കുക കുറച്ച് സമയം മലയാളത്തിൽ. പിന്നെ മലയാളത്തിൽ എന്താ നടക്കുന്നത്? ശ്വേത സ്നോവർ ഇൻ മലയാളം, അക്ഷയ് കുമാറിന്റെ കൂടെ റിയാലിറ്റി ഷോ, അമീർ ഖാന്റെ കൂടെ ഡാൻസ്, CTV റിയാലിറ്റി ഷോ, അങ്ങനെയൊക്കെ യു ആർ സമർ എൽസ്. പിന്നെ അഗൈൻ യു ആർ ബാക്ക് ഹിയർ. അപ്പം ആക്ച്വലി കിട്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. എന്നെ ഇപ്പോ ആരൊന്നും വിളിക്കില്ല. സഡൻലി ഞാൻ അമ്മയുടെ തലപ്പത്തെത്തി, അത്രേ ഉള്ളൂ. ഇനി ആരെങ്കിലും ജോലി തരുമോന്നൊക്കെ എനിക്ക് ഡൗട്ട്. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു വരുമ്പം മെറിറ്റും അഭിനയവും മാത്രമല്ലാതെ ഇപ്പൊ കഴിഞ്ഞ നമ്മൾ ആ റിയൽ ഇഷ്യൂസിനകത്തേക്ക് വരുമ്പോൾ ഒരു 5 years ആയിട്ട് റിയൽ ഇവന്റ്സ് ഒക്കെ പ്രേക്ഷകരെ ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ ഹൂവർ, നിങ്ങളിത് ശരിക്കും ഒരു എത്തിക്കൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്കുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പടം കാണാൻ ഞങ്ങൾ വരികയില്ല എന്നുള്ളതിന് എക്സാമ്പിൾസ് ഇപ്പോൾ ഉണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ മലയാള സിനിമ പ്രേക്ഷകർ ആൾക്കാർക്ക് മാർക്കിട്ട് തുടങ്ങുന്നു. ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഫോർ ഫിലിം പീപ്പിൾ. ഓക്കെ, റിയൽ ലൈഫിൽ എങ്ങനെയാണ് എന്നുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് മലയാള സിനിമയിലെ ആൾക്കാർ? ഐ തിങ്ക് സിനിമ എന്ന തൊഴിലില്
എനിക്ക് തോന്നുന്നു റിയൽ ആൻഡ് റീൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഐ ഡോണ്ട് തിങ്ക് സോ റിയൽ ഇൻഫ്ലുവൻസസ് റിയൽ ആൻഡ് റിയൽ ഇൻഫ്ലുവൻസസ് റീൽ. അങ്ങനെ എത്രയോ ആൾക്കാർക്ക് ജോലി കിട്ടാതെ വീട്ടിലിരിക്കണം, അവരെല്ലാം നന്നായി ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ കേസുകൾ പെടുകയും അങ്ങനെയൊക്കെ വരുമ്പോൾ പ്രേക്ഷകർക്ക് അവരൊന്നും കുറച്ച് ഡിറ്റാച്ച്ഡ് ആവുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന കമന്റ്സുകളും, ഇപ്പം ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പക്ഷെ അങ്ങനെ കേസുകളൊക്കെ വരുന്ന ആൾക്കാരുടെ പടങ്ങൾ പലപ്പോഴും റിജക്റ്റഡ് ആയി പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ മലയാള സിനിമ. ഇപ്പൊ ബേസിക്കലി സിനിമ എന്ന് പറഞ്ഞാൽ OTT വന്നു കഴിഞ്ഞിട്ട് സിനിമ മാറുകയാണ്. മറ്റേ നമ്മളല്ലേ ഒരു പണ്ട് തിയേറ്റേഴ്സിലായിരുന്നു ആൾക്കാർ അത് ആഘോഷിച്ചിട്ട് പോവാറുണ്ടായിരുന്നു ഫാമിലി കൂടെ. ഇപ്പൊ അത് OTT ആയിട്ടുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി തിയേറ്ററിൽ പോവാൻ ഇപ്പൊ അടുത്ത് ഇപ്പൊ എന്താ കോവിഡ് കഴിഞ്ഞിട്ട് കുറച്ച് ആൾക്കാരല്ലേ പോവാൻ തുടങ്ങിയത്. സോ ആ യൂത്ത് എന്ന് പറഞ്ഞാല് അവർക്ക് അവരുടെ രീതിയിലുള്ള സിനിമ വേണം. അവർക്ക് ഇതല്ല വേണ്ടത് ദാറ്റ് ആരാണ് അഭിനയിക്കുന്നത്. അവരെ സംബന്ധിച്ച് ആ ഫുൾ ടോട്ടാലിറ്റി നന്നാവണം. സോ എനിക്ക് തോന്നുന്നില്ല ദാറ്റ് റിയൽ ലൈഫ് ഇൻഫ്ലുവൻസ് ആയിട്ട് റിയൽ ലൈഫിന്റെ സിനിമ ആൾക്കാർ കാണാതെ ഇരിക്കുന്നു. അതെനിക്ക് തോന്നുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് സോ. അമ്മയുടെ അപ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഓരോരോ ഇഷ്യൂസും ഓരോ മീറ്റിങ്ങും ഓരോ ഒപ്പീനിയൻസും അല്ലെങ്കിൽ ഒരു ചെറിയൊരു ജസ്റ്റർ പോലും അത് സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻസും ഉണ്ടായി. ഈ മെമ്മറി കാർഡ് വിവാദം അടക്കം അതിൽ മുന്നോട്ട് പോവുകയാണ് അതിന്റെ അന്വേഷണമൊക്കെ ആയിട്ട്. നമ്മളിപ്പോ ജസ്റ്റ് ഇപ്പൊ എൻക്വയറി കമ്മിറ്റീന്റെ ഒരു അങ്ങനെ വെക്കണം. അത് ആരൊക്കെയാണ് വേണ്ടത് അത് ചിലപ്പോൾ അടുത്ത മീറ്റിംഗിലാണ് നമ്മൾ ചെയ്യുക. ബിക്കോസ് ഇന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, ഹായ് ഹൗ യു, എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് ചെയ്യാൻ പോവുക, ആ രീതിയിലുള്ള ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. നത്തിങ് ടു ഡു വിത്ത് പെർട്ടിക്കുലർ തിങ്. പക്ഷെ യെസ്, നമ്മളുടെ ഇതിൽ ആ ഒരു എന്താ പറയുക എൻക്വയറി നടത്തും. അത് എന്താ ചെയ്യേണ്ടത് എന്നുള്ള അത് അതിൻ്റെതായ രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മുന്നോട്ട് പോകും. ഞാൻ ഈഗർലി ഐ വാണ്ട് ടു നോ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ആക്ച്വലി അന്ന് നമ്മൾ ചോദിച്ചത് മുഴുവൻ അമ്മ റെപ്രസെന്റ് ചെയ്ത് മുഴുവൻ മെന്നാണ്. എങ്ങനെയാണ് ഒരു വനിതാ പ്രസിഡന്റ് അടക്കമുള്ള വനിതാ സംഘം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ സബ്സിഡൈസ് ചെയ്തു പോയി എന്നൊക്കെ പരാതി വരുന്ന സമയമാണ്. അതിലുണ്ടായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറേ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട് ഫോർ ഓൾ വിമൻ ഇൻ ദ ഇൻഡസ്ട്രി. എങ്ങനെയാണ് അമ്മ കാണുന്നത്? See, Aparna, 1991 ഞാൻ സ്കൂൾ പഠിക്കുമ്പോഴാണ് ഞാൻ സിനിമ ചെയ്യാൻ വന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഐ തിങ്ക് എൻ്റെ എല്ലാം പ്രൊഡ്യൂസേഴ്സിനോട് ചോദിച്ചോളൂ, ഞാൻ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട് ചില കാര്യങ്ങൾ. ഞാൻ അന്ന് സ്കൂളിൽ പഠിക്കുന്ന തൊട്ടിട്ടെ ഇപ്പോൾ ബിക്കോസ് ആസ് എ വുമൻ എല്ലാവർക്കും കിട്ടണം. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് എന്റെ പറ്റി മാത്രമേ, പക്ഷെ എനിക്ക് ആൾക്കാരുടെ സ്റ്റോറീസ് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും. ബിക്കോസ് ചില ആൾക്കാർക്ക് അത് പറയാനുള്ള ധൈര്യമില്ല, അവർക്കത് അവർ ഫാമിലി സപ്പോർട്ടില്ല. എൻഡ് ഓഫ് ദി ഡേ കരിയർ മാത്രമല്ല, നമുക്ക് ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം. സോ ഞാനെല്ലാം ബാത്റൂമോ ഇതൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് വെൻ ഐ വാസ് നോ ബോഡി. ഞാൻ പറഞ്ഞത് അതാണ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഈ സർവൈവലിന് വേണ്ടിയിട്ട് പലർക്കും ഇത് പുറത്ത് പറയാൻ പറ്റുന്നില്ല. ശ്വേതാ മേനോനെ പോലെ അല്ലെങ്കിൽ വളരെ ബോൾഡായിട്ടുള്ള, പിന്നെ നമ്മളോട് പറഞ്ഞ പലരുമുണ്ട്, തുറന്നു പറയുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഇഷ്യൂസ്, അതുകൊണ്ട് അപർണ്ണയോട് പറഞ്ഞു ഓരോരോ പോക്കറ്റിൽ എനിക്ക് സിനിമകൾ കിട്ടും. അല്ല, അങ്ങനെ പറഞ്ഞ വേറെ ആൾക്കാരെ എനിക്കറിയാം. അപ്പം അങ്ങനെയുണ്ട്. പക്ഷെ ഇതിപ്പോ ഇത്ര ആയ സ്ഥിതിക്ക് കുറച്ചും കൂടെ ആ വർക്കിംഗ് കൾച്ചർ മാറുന്നുണ്ട്, ഈ ഹരാസ്മെന്റ് കുറയുന്നുണ്ട്, അല്ലെങ്കിൽ കാസ്റ്റിംഗ് കൗച്ച് എന്നുള്ള വാക്ക് തന്നെ പറയുന്നു, അതൊക്കെ കുറയുന്നുണ്ട്. അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടോ മലയാളം? എനിക്ക് തോന്നുന്നു കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെ ഇടയിൽ നടക്കുന്ന കാര്യമാണ്. ഞാനത് അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതത്തിന്റെ കാര്യം അല്ല, ആണും പെണ്ണല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ അപർണ എന്നോട് ചോദിച്ചു ഇന്റർവ്യൂ എനിക്ക് തരുമോ, എനിക്ക് യെസ് ഓർ നോ പറയാം അല്ലേ? സോ ഐ സെഡ് യെസ് ബിക്കോസ് അപർണ കൺവിൻസ്ഡ് മീ. അപർണ എന്നെ കൺവിൻസ് ചെയ്തു, എന്നോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതൊക്കെയാണ് വേറെ വേറെ അപർണ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് തോന്നി ഓക്കെ ഐ ആം കംഫർട്ടബിൾ, ലെറ്റ് മീ ഡു ഹർ എന്നാണ് ഞാൻ ചെയ്യുന്നത്. സോ എന്റെ കയ്യിലാണ് അപർണ കൂടെ ഞാൻ ചെയ്യണോ ഇന്റർവ്യൂ ഇല്ലയോ എന്ന്. സിമ്പിൾ, ദാറ്റ്സ് ഹൗ ഐ ലുക്ക് അറ്റ് ലൈഫ്. യുനോ അപ്പോ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടോ ഇല്ലയെന്ന് ചോദിച്ചാല് യു ആർ ആസ്കിങ് എ റോങ് പേഴ്സൺ. ഐ ആം എ വെരി ലക്കി പേഴ്സൺ. എനിക്ക് ദൈവം സഹായിച്ച് ഈ ഇൻഡസ്ട്രി 5 പൈസയ്ക്ക് ബുദ്ധിമുട്ടിച്ചിട്ടില്ല. പക്ഷെ എന്റേതായ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്, മീൻസ് എന്റെ കുറെ കേസസ് നടക്കുന്നുണ്ട്, അതൊക്കെ അതിന്റേതായ രീതിയിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ വന്ന കേസ്
അതായത് കാസ്റ്റിംഗ് കോച്ച് വരുന്നതിന് കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ട്രസ് തന്നെ പറഞ്ഞു, കാസ്റ്റിംഗ് കോച്ച് വരുന്നതിന് കാരണം കുറെ ആൾക്കാർ അവരുടെ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് ദേ ഡോണ്ട് സേ നോ. അപ്പോൾ ഒബ്വിയസ്ലി ഇതൊരു ട്രെൻഡ് ആണെന്ന് വിചാരിക്കും. അതുകൊണ്ട് ഒരു പക്ഷെ വേറെ ആൾക്കാരിലേക്ക് ഫോഴ്സ് ചെയ്യാനുള്ള ഒരു ചാൻസും വരുന്നു. അപ്പൊ മേ ബി വിക്ടിം ആകുന്നത് സെറ്റിൽ ആവാത്ത പെണ്ണുങ്ങൾ പറഞ്ഞെങ്ങനെയാണ് ചേച്ചിക്ക് അറിയാം എത്രയോ ആൾക്കാർ അല്ലേ നമ്മളെല്ലാം അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന് പറഞ്ഞാൽ അല്ല നമ്മൾ. അപ്പൊ ഞാൻ പറഞ്ഞു യു ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് മീ, എന്റെ പറ്റി പറയരുത്. ഞാൻ പറഞ്ഞു എന്റെ പറ്റി പറയണമെങ്കിൽ പ്രൂഫ് വെച്ചിട്ട് പറയണം. ഏനോ അപ്പൊ അങ്ങനെ ചില ആൾക്കാർക്ക് ഇപ്പൊ പറഞ്ഞ കറക്റ്റ് തന്നെ ഇത് ട്രെൻഡാണോ, അത് ഇത് ചെയ്താൽ മാത്രമേ സിനിമ കിട്ടുള്ളൂ, അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ട്. അങ്ങനെ ഒന്നുമില്ല ഇൻഡസ്ട്രിയിൽ. ഗ്ലാസ് ഹൗസിലിരിക്കുകയാണ് പല താരങ്ങളും, നമുക്ക് അറിയാൻ പറ്റുന്നില്ല എന്താ ഇവിടെ നടക്കുന്നതെന്ന് അറിയില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യനൊക്കെ ഈ കോൺട്രവേഴ്സിയുടെ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല ഇപ്പം എനിക്ക് തന്നെ അറിയാം. ഇപ്പം നേരിട്ട് നമ്മൾ സംസാരിക്കുന്ന മീഡിയയുടെ മുന്നിൽ കാണുന്നു. കുറച്ചും കൂടെ ഈ താരസംഘടന ആ ഒരു സൊസൈറ്റി റെസ്പോൺസിബിലിറ്റി കൂടി കാണിച്ചുകൊണ്ട് സുതാര്യമായിരിക്കും അല്ലേ എന്താണ് നടക്കുന്നത്. അതായത് ഇത്തരം പരാതികളൊക്കെ വരുമ്പോൾ എന്താണ് നടക്കുന്നത്. നമുക്ക് പരാതി വരുമ്പോ ഞാൻ ഇവിടെ 6 വർഷം ഇരുന്നുണ്ടല്ലോ വൈസ് പ്രസിഡന്റ് ആയിട്ടും EC ആയിട്ടും, ഒരു പരാതിയും വന്നിട്ടില്ല. അപർണ ഒരു പരാതിയും വന്നിട്ടില്ല. ഞാനെല്ലാം അവിടെ വേദിയിൽ പോയിട്ട് ഞാൻ പറഞ്ഞിട്ട് ആ വേദി ഉണ്ട്, മൈക്ക് ഉണ്ട്, വന്ന് സംസാരിക്കൂ. ഒരാൾ വന്ന് സംസാരിച്ചിട്ടില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യും? അതെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ അടുത്ത് വരൂ. ഞാൻ ഒബ്വിയസ്ലി ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു പെൺകുട്ടി ആയിരുന്നു, ഇന്നുമാണ്. പക്ഷെ സോ ഐ കൻ അണ്ടർസ്റ്റാൻഡ് ദം, ഐ കൻ 100% അണ്ടർസ്റ്റാൻഡ് ദം. പക്ഷെ മുമ്പിൽ വരണം അവര്. കംപ്ലൈന്റ് പിന്നെ ഇത് എന്നോട് വന്ന് സംസാരിച്ചാൽ ഇത് അല്ല, ഇതില് അവര് ലെറ്റർ ഇടണം, കംപ്ലൈന്റ് തരണം. അതിന് നമ്മൾ എൻക്വയറി കമ്മിറ്റി നമ്മൾ ഉറപ്പായിട്ട് രൂപീകരിച്ച് അവരെ കൂടെ വെക്കും. നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് അതിന് നമ്മൾ സപ്പോർട്ട് കൊടുക്കും. അത് ഞാൻ അല്ല, ഇവിടെ ലാലേട്ടൻ ഉണ്ടാകുമ്പോൾ ഞാൻ ലാലേട്ടൻ വഴി പഠിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് നോബഡി കംസ് സീരിയസ്ലി. അവര് തെറ്റാണെന്ന് ഞാൻ പറയില്ല. ആ വിഷയത്തിലേക്ക് കിടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അത് പറഞ്ഞാൽ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ പല പക്ഷെ അങ്ങനെ പറയില്ല. കുറച്ചും കൂടി ഇപ്പൊ ഈ നമ്മുടെ ഇലക്ഷൻ ജനറൽ ബോഡി വാസ് വെരി ഗുഡ്. ആൾക്കാരെല്ലാം വന്ന് ഭയങ്കര സോ ഇറ്റ് വാസ് ക്വൈറ്റ് ഗുഡ്. ഐ വാസ് വെരി ഹാപ്പി. അങ്ങനെ ഒരു സുതാര്യമായിട്ടുള്ള, അതായത് കുറച്ചുകൂടി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മെല്ലെ ട്രാൻസ്പെറന്റ് ആവും. ഓക്കെ, തീർച്ചയായും വളരെയധികം നന്ദി ശ്വേതാ മേനോൻ. അമ്മ അങ്ങനെ ഒരു തുറന്ന ഒരു ചർച്ചകൾ കൂടി വഴി വെക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുന്നു. താങ്ക്സ് അല്ല. താങ്ക് യു സോ മച്ച്.